നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ പ്ലാന്റിൽ തീപിടുത്തം. ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു പ്ലാന്റിൽ തീ പടർന്നത്. തീപിടുത്തത്തെ തുടർന്ന് പ്ലാന്റിലെ സാധന സാമഗ്രികളടക്കം കത്തി നഷ്ടം സംഭവിച്ചു. സംസ്ഥാനത്ത് ക്രമാതീതമായി പകൽ ചൂട് ഉയരുമ്പോൾ ഹൈറേഞ്ചിലെ കർഷകർ ആശങ്കയിൽ. വേനൽ മഴ ലഭിച്ചെങ്കിലും പകൽ സമയത്ത് ഉയർന്ന ചൂട് കാർഷിക മേഖലയ്ക്ക് തിരിച്ചടി. നിലവിലെ സ്ഥിതി തുടർന്നാൽ ഏലം കൃഷിക്കടക്കം വേനൽ പ്രതികൂലമായി ബാധിക്കും. വിസ തട്ടിപ്പും ലഹരി ഇടപാടുമടക്കം കേരളത്തിലുടനീളം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ പിടകിട്ടാപ്പുള്ളി കഞ്ഞിക്കുഴി പോലീസിന്റെ പിടിയിലായി. കൊല്ലം കരുനാഗപ്പള്ളി വലിയ കുളങ്ങര സജ്ഭവനൻ വീട്ടിൽ റിജു ഇബ്രാഹിം കുട്ടിയാണ് അറസ്റ്റിലായത്. ആനച്ചാൽ ചെങ്കുളത്ത് കിണർ തേകാൻ ഇറങ്ങിയ ആൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് മരണപ്പെട്ടു. ചെങ്കുളം മാങ്ങാപ്പാറ കോളനി സ്വദേശിയായ ബെന്നിയാണ് മരണപ്പെട്ടത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. മൃതദേഹം തുടർ നടപടികൾക്കായി മാറ്റി. വിശദമായ വാർത്തകളിലേക്ക്. മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ പ്ലാന്റിൽ തീപിടുത്തം. ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു പ്ലാന്റിൽ തീ പടർന്നത്. തീപിടുത്തത്തെ തുടർന്ന് പ്ലാന്റിലെ ചില സാധന സാമഗ്രികളടക്കം കത്തി നഷ്ടം സംഭവിച്ചതായാണ് വിവരം. തീ രാത്രിയിൽ തന്നെ നിയന്ത്രണ വിധേയമാക്കി. ஒண்ணுமே பண்ண முடியாது. ஒரு ஆட்டோமேட்டிக்கா எரிஞ்சு அதுவே சாம்பலாகும் மொத்தம். ஆனா சாம்பல் നല്ലതന്നെ കല്ലാറിലുള്ള മൂന്നാർ പഞ്ചായത്തിന്റെ മാലിന്യ പരിപാലന പ്ലാന്റിലാണ് ഇന്നലെ വൈകുന്നേരത്തോടെ തീപിടുത്തമുണ്ടായത്. വളരെ പെട്ടെന്ന് തീ ആളിപ്പടർന്നു. പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം എത്തിച്ച് സംസ്കരിക്കുന്ന പ്ലാന്റിലാണ് തീ പടർന്നത്. തീപിടുത്തത്തിൽ പ്ലാന്റിലെ ചില സാധന സാമഗ്രികളടക്കം കത്തി നശിച്ചതായാണ് വിവരം. പ്ലാന്റിന്റെ ഭാഗമായി സ്ഥാപിച്ചിരുന്ന സോളാർ സംവിധാനത്തിന്റെ ബാറ്ററി പൊട്ടിത്തെറിച്ചതിൽ നിന്നുണ്ടായ തീയാണ് അഗ്നിബാധയ്ക്കിടവരുത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ യഥാർത്ഥ കാരണം ഇതുതന്നെയാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതായുണ്ട്. തീ പടർന്നതോടെ മൂന്നാറിൽ നിന്നും അഗ്നിരക്ഷാ സേനയെത്തി തീയണയ്ക്കാനുള്ള നീക്കം ആരംഭിച്ചു. അടിമാലിയിൽ നിന്നടക്കം കൂടുതൽ അഗ്നിരക്ഷാ യൂണിറ്റുകൾ എത്തി തീയണയ്ക്കാനുള്ള ശ്രമം വേഗത്തിലാക്കി. രാത്രിയോടെ തീ നിയന്ത്രണ വിധേയമാക്കി. പ്ലാസ്റ്റിക് മാലിന്യമടക്കം പ്ലാന്റിന്റെ പരിസരത്തുണ്ടായിരുന്നത് തീ കൂടുതൽ വേഗത്തിൽ ആളിപ്പടരാൻ ഇടവരുത്തി. തീപിടുത്തത്തെ തുടർന്ന് പ്രദേശത്ത് വലിയ തോതിൽ പുകയുയർന്നു. തീപിടുത്തത്തിന്റെ കാരണം, വ്യാപ്തി, നാശനഷ്ടക്കണക്ക് എന്നിവ തുടർ പരിശോധനകൾക്ക് ശേഷം മാത്രമേ പൂർണ്ണതോതിൽ നിജപ്പെടുത്താനാകൂ. സിറ്റി വിഷൻ, മൂന്നാർ. സംസ്ഥാനത്ത് ക്രമാതീതമായി പകൽ ചൂട് ഉയരുമ്പോൾ ഹൈറേഞ്ചിലെ കർഷകർ വലിയ ആശങ്കയിലൂടെയാണ് കടന്നുപോകുന്നത്. ഏതാനും വേനൽ മഴ ലഭിച്ചെങ്കിലും പകൽ സമയത്ത് ഉയർന്ന ചൂട് കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയാവുകയാണ്. നിലവിലെ സ്ഥിതി തുടർന്നാൽ ഏലം കൃഷിയടക്കം വേനൽ പ്രതികൂലമായി ബാധിക്കും. വേനൽ കനത്തതും പകൽ സമയത്തെ ഉയർന്ന ചൂടും ഹൈറേഞ്ചിന്റെ കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടി സമ്മാനിക്കുകയാണ്. വേനൽ കനക്കുന്നത് വളരെ ആശങ്കയോടെയാണ് കർഷകർ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ മാസവും ഈ മാസവുമായി ഏതാനും ദിവസങ്ങളിൽ വേനൽ മഴ ലഭിച്ചുവെങ്കിലും കാർഷിക മേഖലയുടെ മുമ്പോട്ട് പോക്കിന് ഈ മഴ പര്യാപ്തമായിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. പകൽ സമയത്തെ ഉയർന്ന അന്തരീക്ഷ താപനിലയാണ് കർഷകരെ വലയ്ക്കുന്നത്. മഴ പെയ്താലും മറ്റു മാർഗങ്ങളിലൂടെ കൃഷിക്ക് നന നൽകിയാലും മണ്ണ് വളരെ പെട്ടെന്ന് വരണ്ടുണങ്ങുന്നത് കാർഷിക മേഖലയ്ക്ക് വെല്ലുവിളിയാകുന്നു. കൃഷിയിടങ്ങളിൽ നിന്ന് ജലാംശവും ഈർപ്പവും വളരെ പെട്ടെന്ന് നഷ്ടമാകുന്ന സ്ഥിതിയുണ്ട്. കൃത്യമായി ജലലഭ്യത വേണ്ടുന്ന ഏലമടക്കമുള്ള കൃഷികളെയാണ് കടുത്ത വേനൽ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത്. വെള്ളത്തിന്റെ ലഭ്യത തീരെയില്ലാത്ത ഇടങ്ങളിൽ കർഷകരുടെ ഏലം കൃഷി കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 2024 വരൾച്ചയ്ക്ക് സമാന സാഹചര്യത്തിലേക്ക് വേനൽ നീങ്ങുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവെക്കുന്നു. പകൽ ചൂടും വേനലും ഉച്ചസ്ഥായിയായതോടെ ജലസ്രോതസ്സുകളിൽ നിന്നുള്ള ജലലഭ്യത കുറഞ്ഞതും കാർഷിക മേഖലയെ പരുങ്ങലിലാക്കുന്നു. 2026 മഴ കുറയുമെന്ന റിപ്പോർട്ടുകളും കാർഷിക മേഖലയ്ക്ക് ആശങ്ക പകരുന്നതാണ്. വേനൽ മഴയ്ക്കൊപ്പം കാലവർഷം കൂടി ദുർബലമായാൽ കാർഷിക മേഖലയിൽ വലിയ ഉണക്ക് സംഭവിക്കും. ഇപ്പോഴത്തെ സ്ഥിതിയിൽ അധികനാൾ മുന്നോട്ട് പോകാനാവില്ലെന്നും ഹൈറേഞ്ചിലെ കർഷകർ പറയുന്നു. സിറ്റി വിഷൻ, അടിമാലി. വിസ തട്ടിപ്പും ലഹരി ഇടപാടുമടക്കം കേരളത്തിലുടനീളം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ പിടികിട്ടാപ്പുള്ളി കഞ്ഞിക്കുഴി പോലീസിന്റെ പിടിയിലായി. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിലുള്ള ഓച്ചിറ വലിയ കുളങ്ങര കരയിൽ സജ്ഭവൻ വീട്ടിൽ റിജു ഇബ്രാഹിം കുട്ടിയാണ് അറസ്റ്റിലായത്. കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു ഇയാൾ. വിചാരണ കോടതികളിൽ ഹാജരാകാതെ
വർഷങ്ങളായി ഒളിവിൽ കഴിഞ്ഞിരുന്ന റിജുവിനെ കണ്ടെത്താൻ കഞ്ഞിക്കുഴി പോലീസ് വിപുലമായ അന്വേഷണമാണ് നടത്തിയിരുന്നത്. പ്രതി തന്റെ ഭാര്യ വീടായ എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽ പിണ്ടിമന ഭാഗത്ത് ഇടയ്ക്കിടെ എത്താറുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് സംഘം നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. തുടർന്ന് വിഷുവിനോടനുബന്ധിച്ച് നടത്തിയ പ്രത്യേക തിരച്ചിലിനിടെയാണ് പ്രതി പോലീസിന്റെ വലയിലായത്. 13 ജില്ലകളിലായി 20ഓളം കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. സിറ്റി വിഷൻ, കഞ്ഞിക്കുഴി. ആനച്ചാൽ ചെങ്കുളത്ത് കിണർ തേകാനിറങ്ങിയ ആൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് മരണപ്പെട്ടു. ചെങ്കുളം മാങ്ങാപ്പറ കോളനി സ്വദേശിയായ ബെന്നിയാണ് മരണപ്പെട്ടത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. മൃതദേഹം തുടർ നടപടികൾക്കായി മാറ്റി. ആനച്ചാൽ ചെങ്കുളത്ത് കിണർ തേകാനിറങ്ങിയയാൾ മരണപ്പെട്ടു. ചെങ്കുളം മാങ്ങാപ്പാറ കോളനി സ്വദേശിയായ ബെന്നിയാണ് മരണപ്പെട്ടത്. പ്രദേശത്തെ സ്വകാര്യ റിസോർട്ടിന്റെ കിണർ ശുചീകരിക്കാൻ എത്തിയതായിരുന്നു ബെന്നി. കിണറിന് നല്ല താഴ്ചയുണ്ടായിരുന്നു. ബെന്നി കിണറ്റിലിറങ്ങിയതോടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. തുടർന്ന് ബെന്നി കിണറ്റിൽ അകപ്പെട്ടു. ഇതോടെ അടിമാലിയിൽ നിന്നും അഗ്നിരക്ഷാസേനയെത്തി. സമീപവാസികളും അഗ്നിരക്ഷാസേനയും ചേർന്ന ബെന്നിയെ കിണറ്റിൽ നിന്ന് ഉയർത്തി അടിമാലിയിലെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം തുടർ നടപടികൾക്കായി മാറ്റി. സിറ്റി വിഷൻ, ആനച്ചാൽ. SNDP യോഗം രാജാക്കാട് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ശ്രീനാരായണ ധർമ്മ വിചാരയജ്ഞം നാളെ മുതൽ 19 വരെ NRCT SNV ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 17 രാവിലെ 6 മഹാഗണപതി ഹോമം, ശാന്തിവഹനം, ശാരദാർച്ചന, ഗുരുപൂജ, സമൂഹ പ്രാർത്ഥന. 9 യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ ധർമ്മ പതാക ഉയർത്തും. തുടർന്ന് മഹാസമാധിയിലെ കടാവിളക്കിൽ നിന്നും പകർന്ന യജ്ഞദീപ പ്രതിഷ്ഠാപനം നടത്തും. 9:30 നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ അധ്യക്ഷത വഹിക്കും. ധർമ്മസംഘം ട്രസ്റ്റ് മുൻ പ്രസിഡന്റ് പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ ഉദ്ഘാടനം നിർവഹിക്കും. യൂണിയൻ സെക്രട്ടറി KS ലതീഷ് കുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് G അജയൻ നന്ദിയും രേഖപ്പെടുത്തും. ശിവഗിരി മഠം ട്രഷറർ ശാരദാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തും. യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി KD രമേശ മുഖ്യപ്രഭാഷണവും നടത്തും. സ്വാമി ശിവസ്വരൂപാനന്ദ സ്വാമികൾ യജ്ഞ സന്ദേശം നൽകും. പ്രബോധതീർത്ഥ സ്വാമികൾ യജ്ഞമഹാത്മ്യ പ്രഭാഷണം നടത്തും. സുരേഷ് കോട്ടയ്ക്കകത്ത്, വിനോദ് ഉത്തമൻ, സുധാകരൻ ആടിപ്ലാക്കൽ, KP ബിനു, TP ഷിബു എന്നിവർ പ്രസംഗിക്കും. 11 ശ്രീ വാസുദേവാഷ്ടകം എന്ന വിഷയത്തിൽ സ്വാമിനി നിത്യചിന്മയി പഠന ക്ലാസ് നയിക്കും. 1 ഗുരുപൂജ, പ്രസാദകൂട്ട്. 1:30 മക്കളറിയാൻ മക്കളെ അറിയാൻ എന്ന വിഷയത്തിൽ സബ് ഇൻസ്പെക്ടർ അജി അരവിന്ദ് ബോധവൽക്കരണ ക്ലാസും നയിക്കും. 4 മണിക്ക് ഗുരുദേവ ആരാധനാ സമർപ്പണം എന്നിവയും നടത്തപ്പെടും. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടവേള. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. വനിതാ സംവരണ ബില്ല് കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റ് തുടർഭരണം നേടുവാനുള്ള തട്ടിപ്പാണെന്ന് KPCC സെക്രട്ടറി MN ഗോപി. കോൺഗ്രസും ഇന്ത്യ മുന്നണിയും വനിതാ സംവരണ ബില്ലിന് എതിരല്ല. പക്ഷേ BJPയുടെ ഈ തട്ടിപ്പിനെ ശക്തമായി എതിർക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വനിതാ സംവരണ ബില്ല് ഇന്ന് പാർലമെന്റിൽ
BJP ഗവൺമെന്റ് അവതരിപ്പിക്കുകയാണ്. തത്വത്തിൽ വനിതാ സംവരണ ബില്ലിലൂടെ BJP ഉദ്ദേശിക്കുന്നത് വനിതകൾക്ക് സംവരണം കൊടുക്കുക എന്നുള്ളതല്ല. അടുത്ത കേന്ദ്ര ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി BJPയുടെ സ്വാധീന മേഖലയിൽ പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം കൂട്ടി അധികാരത്തിൽ തുടരുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വനിതാ ബില്ല് കൊണ്ടുവരുന്നത്. സ്ത്രീകൾക്ക് സംവരണം നൽകണം എന്നുള്ള കാര്യത്തിൽ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി എതിര് പറഞ്ഞിട്ടില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വനിതാ സംവരണത്തിന് അനുകൂലമാണ്. ആ നിലപാടാണ് കോൺഗ്രസിനുള്ളത്. പക്ഷെ ഇപ്പോൾ വനിതാ സംവരണത്തിന്റെ മറവിൽ BJPക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാനുപാതികമായി പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം കൂട്ടി ഇനി ഒരിക്കലും ഭരണത്തിൽ നിന്ന് പോകാത്ത സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്ന വളരെ ഗൂഢമായ ലക്ഷ്യമാണ് ഇപ്പോൾ ധൃതി പിടിച്ച് ഈ സംവരണ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരുന്നതിന് കാരണമായിട്ടുള്ളത്. മണ്ഡല പുനർനിർണയം എന്ന പേരിൽ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ തന്നെ അട്ടിമറിക്കുവാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന ഗുരുതരമായ സംശയമാണ് ഉയർന്നിട്ടുള്ളതെന്ന് CPIM ജില്ലാ കമ്മിറ്റി അംഗം PN വിജയൻ പറഞ്ഞു. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ബില്ലും 2011 സെൻസസ് അടിസ്ഥാനമാക്കി മുന്നോട്ട് വയ്ക്കുന്ന അതിലെ നിർദ്ദേശങ്ങളും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളും തുല്യനീതിയെയും സാരമായി ബാധിക്കുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJPക്ക് ഒറ്റയ്ക്ക് ലഭിക്കുമെന്നുള്ളതാണ് BJP ഇതിൽ കാണുന്ന നേട്ടം. ഇത് വലിയ തട്ടിപ്പാണ്. രാജ്യത്തിന്റെ ഫെഡറൽ ഘടനയെ തകർക്കുന്നതാണ്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന, പോണ്ടിച്ചേരി ഉൾപ്പെടെയുള്ള ദക്ഷിണ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ MP-മാരുടെ എണ്ണം കുറച്ച് പാർലമെന്റിൽ അവരുടെ പ്രാതിനിധ്യം കുറച്ച് BJPക്ക് മുൻതൂക്കമുള്ള വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റ് വലിയ ഭൂരിപക്ഷം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ കുതന്ത്രമാണ് ഇപ്പൊ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ശക്തമായി എതിർത്ത് മുൻപോട്ട് പോകേണ്ടതുണ്ട്. സംവരണം നടപ്പാക്കണം. അത് CPM പോലുള്ള കക്ഷികൾ വളരെ നേരത്തെ മുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ കേരളത്തിൽ CPM-ന് ഭരണമുള്ളപ്പോഴാണ് VS അച്യുതാനന്ദൻ ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സീറ്റുകളിൽ, വാർഡുകളിൽ 50% സ്ത്രീകൾക്ക് വേണ്ടി സംവരണം ചെയ്തത്. അപ്പൊ സ്ത്രീകൾക്ക് സംവരണം കൊടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വ്യക്തമായ നിലപാട്. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ ഈ രാഷ്ട്രീയ തട്ടിപ്പല്ല വേണ്ടത്. നിലവിലുള്ള 543-ൽ 33% സംവരണ സ്ത്രീകൾ കൊടുക്കുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള മാർഗം. മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദൈവമാതാ പള്ളിയിൽ കൃപാഭിഷേകം ഇടുക്കി രൂപത ബൈബിൾ കൺവെൻഷന് തുടക്കമായി. 5 ദിവസങ്ങളിലായി നടക്കുന്ന കൺവെൻഷൻ 19-ന് സമാപിക്കും. വൈകിട്ട് 3:30 ജപമാലയോടുകൂടി ആരംഭിച്ച് രാത്രി 9-ന് സമാപിക്കും. അണക്കര മരിയൻ റിട്രീറ്റ് സെന്റർ ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളൻമനാൽ നേതൃത്വം നൽകുന്ന ടീമാണ് കൺവെൻഷൻ നയിക്കുന്നത്. ബുധനാഴ്ച 4-ന് നടക്കുന്ന പൊന്തിഫിക്കൽ കുർബാനയ്ക്ക് ശേഷം ഇടുക്കി രൂപത ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നിൽ കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജനറൽ കൺവീനർ മോൺജോസ് നരിതൂക്കിൽ, രൂപത വികാരി ജനറൽമാരായ മോൺജോസ് കരിവേലിക്കൽ, മോൺ എബ്രഹാം പുറയാറ്റ്, രൂപതയിലെ ഫെറോന വികാരിമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിവിധ കമ്മിറ്റികളാണ് നേതൃത്വം നൽകുന്നത്. ദിവസവും കൺവെൻഷൻ സമാപിക്കുമ്പോൾ വിവിധ മേഖലകളിലേക്ക് പോകാൻ വാഹന സൗകര്യമുണ്ടായിരിക്കുമെന്നും കൺവെൻഷൻ ദിവസങ്ങളിൽ കുമ്പസാരത്തിനും കൗൺസിലിംഗിനും സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്നും സംഘാടകർ അറിയിച്ചു. സമാപന ദിവസമായ 19-ന് ഇടുക്കി മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ സമാപന സന്ദേശം നൽകും. സിറ്റി വിഷൻ, രാജകുമാരി. ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യ ഹൈറേഞ്ച് ഭദ്രാസനത്തിന്റെ 35ാമത് ജനറൽ കൺവെൻഷനും നവ ബിഷപ്പിന് സ്വീകരണവും വിരമിക്കുന്ന ബിഷപ്പിന്റെ യാത്രയയപ്പും 2 ദിവസങ്ങളിലായി രാജാക്കാട് ക്രിസ്തുജ്യോതി പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 1-ാം ദിവസം വൈകിട്ട് റവറൻ ഷാജി പോളിന്റെ നേതൃത്വത്തിൽ മുനിയറ സെന്റ് മാത്യൂസ് കത്തീഡ്രൽ ടീമിന്റെ ഗാനശുശ്രൂഷയും തുടർന്ന് റവറൻ റോയി ജോൺ നയിച്ച മധ്യസ്ഥ പ്രാർത്ഥനയും നടന്നു. ഭദ്രാസന ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ ജോൺ വി കുര്യാക്കോസ് തെക്കേടത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. റവറൻ ബാബു ജോർജ് വചന ശുശ്രൂഷ നയിച്ചു. 2-ാം ദിവസം ധ്യാനയോഗവും പ്രവർത്തക സമ്മേളനവും ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ ജോൺ വി കുര്യാക്കോസ് തെക്കേടത്തിന്റെ അധ്യക്ഷതയിൽ നടത്തി. കാനൽ PD സെബാസ്റ്റ്യൻ പ്രാർത്ഥന നയിച്ചു. കാനൽ PJ സണ്ണി വചന സന്ദേശം നൽകി. വൈകിട്ട് നടന്ന പൊതുസമ്മേളനത്തിൽ നവഭദ്രാസന ബിഷപ്പിന് സ്വീകരണവും റിട്ടയർഡ് ബിഷപ്പിന് യാത്രയയപ്പും നൽകി. ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യ ആർച്ച് ബിഷപ്പ് മോസ്റ്റ് റവറൻ ഡോക്ടർ ലേവി ജോസഫ് ഐക്കര അധ്യക്ഷത വഹിച്ചു. രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ എളിമയുള്ള
വൈദിക സെക്രട്ടറി റവറൻ ജോമോൻ പുളിക്കൽ സ്വാഗതവും സെക്രട്ടറി MU ഹാബേൽ നന്ദിയും അർപ്പിച്ചു. ജനപ്രതിനിധികളായ G ശങ്കർകുമാർ, P രാജാറാം, വിപിൻ C അഗസ്റ്റിൻ, മിനി ബേബി, KM സുധീർ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് റവറൻ ഡോക്ടർ ലേവി പള്ളിപ്പറമ്പിലിന്റെ നേതൃത്വത്തിൽ ഗാനശുശ്രൂഷയും കാനൽ EJ ജോസഫ് നയിച്ച മധ്യസ്ഥ പ്രാർത്ഥനയും നടന്നു. ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ ജോൺ ചെട്ടിയാത്തറ വചന ശുശ്രൂഷയും നടത്തി. ആർച്ച് ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ ലേവി ജോസഫ് ഐക്കര സമാപന സന്ദേശം നൽകി. റവറൻ ഷാജി പോൾ, കൺവീനർ PI അനിൽ എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,260 രൂപ, പവന് 1,14,080 രൂപ, വെള്ളി ഗ്രാമിന് 275 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ പ്ലാന്റിൽ തീപിടുത്തം. ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു പ്ലാന്റിൽ തീ പടർന്നത്. തീപിടുത്തത്തെ തുടർന്ന് പ്ലാന്റിലെ സാധന സാമഗ്രികളടക്കം കത്തി നഷ്ടം സംഭവിച്ചു. സംസ്ഥാനത്ത് ക്രമാതീതമായി പകൽ ചൂടുയരുമ്പോൾ ഹൈറേഞ്ചിലെ കർഷകർ ആശങ്കയിൽ. വേനൽ മഴ ലഭിച്ചെങ്കിലും പകൽ സമയത്ത് ഉയർന്ന ചൂട് കാർഷിക മേഖലയ്ക്ക് തിരിച്ചടി. നിലവിലെ സ്ഥിതി തുടർന്നാൽ ഏലം കൃഷിക്കടക്കം വേനൽ പ്രതികൂലമായി ബാധിക്കും. വിസ തട്ടിപ്പും ലഹരി ഇടപാടുമടക്കം കേരളത്തിലുടനീളം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ പിടകിട്ടാപ്പുള്ളി കഞ്ഞിക്കുഴി പോലീസിന്റെ പിടിയിലായി. കൊല്ലം കരുനാഗപ്പള്ളി വലിയകുളങ്ങര സജ്ഭവനൻ വീട്ടിൽ റിജു ഇബ്രാഹിം കുട്ടിയാണ് അറസ്റ്റിലായത്. ആനച്ചാൽ ചെങ്കുളത്ത് കിണർ തേകാൻ ഇറങ്ങിയ ആൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് മരണപ്പെട്ടു. ചെങ്കുളം മാങ്ങാപ്പാറ കോളനി സ്വദേശിയായ ബെന്നിയാണ് മരണപ്പെട്ടത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. മൃതദേഹം തുടർ നടപടികൾക്കായി മാറ്റി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.